മാർച്ച് 23 ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച് 3 വിപ്ലവകാരികളിൽ നടുക്കുള്ളയാൾ കൊലക്കയറിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് കയറുന്നു. ആ കഴുമരം പോലും ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാകും. ആ തിളക്കമുള്ള കണ്ണുകൾ കണ്ട് ഭയന്നിട്ടുണ്ടാകും. അതെ, അതാണ് ആ പഞ്ചാബി പയ്യൻ, സർദാർ ഭഗത് സിംഗ് സന്ധു. വയസ്സ് 24. ഇന്ത്യൻ സമര പോരാട്ടങ്ങളിലെ വിലപിടിക്കപ്പെട്ട രക്തം ബ്രിട്ടീഷുകാർ കഴുവേറ്റിയ ഇന്ത്യയുടെ ധീരപുത്രൻ. വിരിയും മുമ്പ് കൊഴിഞ്ഞുപോയ ചുറുചുറുക്കൻ യുവാക്കൾ പോരാടിയ ചരിത്രമുണ്ട് ഇന്ത്യക്ക്. ഇന്നത്തെ ജനത അറിയാതെ പോകുന്ന ചരിത്രം ഇന്നുകൾ സൃഷ്ടിച്ച ഇന്നലകളാണ്. അത് പഠിക്കണം, അത് അറിയണം. ഇന്നത്തെ തലമുറയിൽ ഭഗത് സിംഗ് ആരെന്ന ചോദ്യത്തിന് ചിലപ്പോൾ അറിയുന്നവർ പറയുന്ന ഉത്തരം പൊടിമീശയും തൊപ്പിയും വെച്ച് നേർത്ത രൂപം. ആദ്യം മനസ്സിൽ തെളിയുന്ന വിപ്ലവകാരി അല്ല, അതിലും അപ്പുറം ചിന്തയും എഴുത്തും വിശാലമായ കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്ന യുവാവ്. കുട്ടിക്കാലത്ത് കൂട്ടുകാർക്കിടയിൽ സഞ്ചരിക്കുന്ന ലൈബ്രറി എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ. പരന്ന വായനയും ചിന്താശേഷിയും ഉയർന്ന തലങ്ങൾ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പല എഴുത്തുകളിലും അദ്ദേഹം തൂലിക തുമ്പ് ചലിപ്പിച്ചിട്ടുണ്ട്. 78ാം സ്വാതന്ത്ര്യദിനത്തിന്റെ മധുരം നുകരുന്ന ഈ വേളയിൽ എനിക്ക് ഓർമ്മ വരുന്നൊരു വാക്യമുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ വാക്യം. ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കുകയില്ലെന്ന്. ഇന്ന് എനിക്കത് അർത്ഥവത്തായി തോന്നുന്നു. എങ്ങനെയെന്നാൽ ഇന്ന് തലമുറകൾ മാറി വരും തോറും നമ്മുടെ ചരിത്രം നമ്മളിലൂടെ അടുത്ത തലമുറയിലേക്ക് എത്തപ്പെടുന്നില്ല. ഇന്ത്യക്ക് ഒരു ചരിത്രമുണ്ട്. നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന് ഒരു ചരിത്രമുണ്ട്. എൻ്റെ വായനയുടെ ആഴപ്പരപ്പിൽ നിന്ന് അറിയുന്ന കാര്യമൊന്ന് പങ്കുവയ്ക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർച്ചന. UPSC എക്സാം പ്രിപ്പറേഷൻ വേളയിൽ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ട്. ആരാധന തോന്നിയ, പ്രണയം തോന്നിയ ഒരു വിപ്ലവകാരി. ദ വൺ ആൻഡ് ഓൺലി ദ ഭഗത് സിംഗ്. ഹേ, ഇതെന്ത് ഭ്രാന്തല്ലേ? അതെ, ഇത് ഭ്രാന്തല്ല. എൻ്റെ രാജ്യത്തോട് എനിക്കുള്ള സ്നേഹം. ഭാരത് മാതാ കി ജയ്. രക്തത്തിളപ്പുള്ള യുവാക്കൾ ബലിയർപ്പിച്ചും രക്തം വാർന്നും നേടിത്തന്ന സ്വാതന്ത്ര്യം, അതാണ് നാം ഓരോരുത്തരും ഇന്ന് ആഘോഷിക്കപ്പെടുന്നത്. എൻ്റെ രാജ്യം നമ്മുടെ രാജ്യം, എൻ്റെ ഗാനം നമ്മുടെ ഗാനം, എൻ്റെ ഗാനം നമ്മുടെ ഗാനം. പടിയുണർത്തിയ പല്ലവിയിൽ അനുപല്ലവി നമ്മൾ പാടുകയായി. പടിയുണർത്തിയ പല്ലവിയിൽ അനുപല്ലവി നമ്മൾ പാടുകയായി. രാഷ്ട്രസേവനം മഹത്തരം, അതിശ്രേഷ്ഠമാണതിൻ പ്രഭാങ്കുരം. നഭസിൽ പൂത്തുവിടരും. നമുക്ക് ഭഗത് സിംഗിലേക്ക് തിരിച്ചു വരാം. 1907 സെപ്റ്റംബർ 27 ലായിപൂർ ജില്ലയിൽ, നിലവിൽ ഇപ്പോൾ ഈ ഭാഗം പാകിസ്ഥാനിലാണ്, കിഷൻ സിംഗ് സന്ധുവിൻ്റെയും വിദ്യാവതിയുടെയും മകനായി ജനനം. ആര്യസമാജം പ്രവർത്തകരിൽ ഒരാളായിരുന്നു ഭഗത്തിന്റെ മുത്തച്ഛൻ. ബ്രിട്ടീഷ് വിരുദ്ധം സിരകളിൽ ഓടിയിരുന്ന ഒരു പഞ്ചാബി കുടുംബം. അത് പിന്നെ നമുക്ക് ആലോചിക്കാമല്ലോ. നീതിക്ക് വേണ്ടി പോരാടാനുള്ള ധൈര്യവും ശക്തിയും എവിടെ നിന്ന് വന്നുവെന്ന്. ലാഹോർ DAV സ്കൂളിൽ വിദ്യാഭ്യാസം. ഗദ്ദാർ പാർട്ടി നേതാവായിരുന്നു സിംഗിന്റെ അച്ഛൻ. മുത്തച്ഛൻ സർദാർ അർജുൻ സിംഗ്. സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കെ ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി നിസ്സഹരണ സമരത്തിൽ പങ്കെടുത്ത് ക്ലാസുകൾ ബഹിഷ്കരിച്ച ധീരനായ വിദ്യാർത്ഥി. 1919 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഒരുപാട് സിഖ് ജനതയെയും അതിൽ ഉൾപ്പെട്ടിരുന്നു. ഇതറിഞ്ഞ ഭഗത് സിംഗ് 11ാം വയസ്സിൽ, അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതിന് പിറ്റേ ദിവസം തന്നെ ജാലിയൻ വാലാബാഗ് സന്ദർശിച്ചു. ബ്രിട്ടീഷ് നടത്തിയ നരഹത്യ ജാലിയൻ വാലാബാഗ് 1919 അതിന്റെ ചോരമണം മാറും മുമ്പ് തന്നെ അവിടം സന്ദർശിച്ച ധീരനായ ഇന്ത്യയുടെ പുത്രൻ. അത് നേരിട്ട് കണ്ടവൻ എങ്ങനെ അവർക്ക് എതിരെ അടങ്ങിയിരിക്കും? പിന്നീട് തൻ്റെ ഗുരുനാഥനായ, തനിക്കേറെ പ്രിയപ്പെട്ട അധ്യാപകൻ ലാലാ ലജ്പത് റായിയുടെ മരണമല്ല, കൊലപാതകം, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ക്രൂരത, സൈമൺ കമ്മീഷനെതിരെ നയിച്ച യാത്രയിൽ ലാത്തി ചാർജിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ആ കൊല ഭഗത്തിനെ വല്ലാതെ അദ്ദേഹത്തെ ബാധിച്ചു.
അല്ലാതെ തന്നെ പുറം നാട്ടിൽ നിന്ന് വന്ന പടകൾ നമ്മെ എന്തിനു ഭരിക്കണം? എന്നിട്ടും ഇന്നും നാം നമ്മുടെ ധീരനായ ഭഗത് അന്ന് ധീരനായി തന്നെ ലാത്തി ചാർജിന് ഉത്തരവിട്ട സ്കോട്ട്സിനെയും സാൻഡേഴ്സിനെയും കൊല്ലാൻ തീരുമാനിച്ചു. സാൻഡേഴ്സൺ അയാളുടെ ഓഫീസിൽ ഉണ്ടോ എന്നറിയാൻ 1928 ഡിസംബർ 17 ജയഗോപാലിനെ ഭഗത് സിംഗ് നിയോഗിക്കുന്നു. ഉറ്റ സുഹൃത്തായ ചന്ദ്രശേഖർ ആസാദുമായി ചേർന്ന് ആ ബ്രിട്ടീഷുകാരനെ വധിക്കാൻ തീരുമാനിക്കുന്നു. കൂടാതെ 1929 ഏപ്രിൽ 8 ഡൽഹി സെനറ്റ് അസംബ്ലിയിൽ സൈമൺ കമ്മീഷൻ വിരുദ്ധതയ്ക്കെതിരെ ഭഗത് സിംഗ്, ബതുകേശ്വർ ദത്ത്, ചന്ദ്രശേഖർ ആസാദ് എന്നിവർ ചേർന്ന് പാർലമെന്റിൽ പ്രതിപക്ഷത്ത അന്ന് ഇന്ത്യൻ നേതാക്കൾ ജവഹർലാൽ നെഹ്റു, വിതൽ ഭായ് പട്ടേൽ, മോത്തിലാൽ നെഹ്റു, ജിന്നയും പാർലമെന്റിൽ ഉണ്ടായിരുന്നു. ബോംബ് സമാനമായ എന്തോ പാർലമെന്റിലേക്ക് എറിയുന്നു. പേടിപ്പിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. ആ വേളയിൽ അവതരിപ്പിച്ച 2 ബില്ലുകളാണ് പൊതുരക്ഷാ ബില്ലും തൊഴിൽ തർക്ക ബില്ലും. ആ സമയത്തെ ആഭ്യന്തരമന്ത്രി ജോൺ ഷുട്കർ ആയിരുന്നു. ബോംബെറിഞ്ഞ് ഭീരുവായി ഓടിയില്ല, പകരം എല്ലാവരുടെയും മുന്നിൽ നെഞ്ചു വിരിച്ച് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കി ധീരനായ നമ്മുടെ കഥാനായകൻ. അദ്ദേഹത്തിനെതിരെ ലാഹോർ ഗൂഢാലോചന കേസ്, സാൻഡേഴ്സിന്റെ വധം, ബോംബ് ഫാക്ടറി സ്ഥാപിച്ചത് എന്നീ കേസുകൾ ഉണ്ടായിരുന്നു. ലാഹോർ ഗൂഢാലോചന കേസിനാണ് വധശിക്ഷ വിധിച്ചത്. അദ്ദേഹം സഹപത്രാധിപരായിരുന്ന ഗണേഷ് ശങ്കർ വിദ്യാർത്ഥിയുടെ പത്രമായിരുന്നു പ്രതാപ്. 1926 ഭഗത് സിംഗ് ആരംഭിച്ച പ്രസ്ഥാനമാണ് നൗജവാൻ ഭാരത് സഭ. അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും 24-ാം വയസ്സിൽ രാജ്യത്തിന് വേണ്ടി ബലി കൊടുക്കുകയും ചെയ്ത ധീര രക്തസാക്ഷിയാണ് ഭഗത് സിംഗ്. ദ വൺ ആൻഡ് ഓൺലി, ദ ലെജൻഡ് ഭഗത് സിംഗ്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ഇത്തരം വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും ശ്രമിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.